നമസ്കാരം. ഉദ്യോഗസ്ഥർ ഇറങ്ങിത്തിരിച്ചതോടെ വിൽപ്പനത്തട്ടിൽ നിന്ന് വലയിലായത് 62 ടൺ പഴകിയ മത്സ്യം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചത്. 2 ആഴ്ച മുമ്പ് പള്ളുരുത്തിയിൽ നിന്ന് 200 കിലോഗ്രാം മത്സ്യമാണ് പിടികൂടി നശിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കൊച്ചിയിൽ തന്നെ 2 കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടികൂടി. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, മംഗലാപുരം, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ മത്സ്യങ്ങൾ എത്തുന്നത്. തിരുത, പ്രായൽ, കേര, അയല, തിലോപ്പിയ, ചൂര, അറക്കച്ചൂര, മങ്കട, സ്രാവ്, തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് രാസവസ്തുക്കൾ കലർത്തി വിൽക്കുന്നത്. ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ കലർത്തിയാണ് വിൽപ്പന. പഴക്കമുണ്ടെങ്കിലും ഇവ കാഴ്ചയിൽ പച്ചയാണെന്നേ തോന്നൂ. കേര പോലുള്ള മത്സ്യങ്ങളുടെ ചെകിളയിലും മുറിച്ച ഭാഗത്തും ചുമന്ന ചായം തേച്ചാണ് വിൽക്കുന്നത്.